എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങളാണെങ്കിൽ ഒന്ന് സബ് ചെയ്യുക. ഒപ്പം തന്നെ ജ്യോതിഷ സംബന്ധമായ പ്രശ്നങ്ങൾ ഞാൻ ഫോണിലൂടെ പരിഹരിച്ചു തരുന്നതാണ്. ഒപ്പം തന്നെ വാസ്തു സംബന്ധമായ നിങ്ങളുടെ വീടിന് എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ വാസ്തുപരമായ ദോഷങ്ങൾക്കൊക്കെ പരിഹാരമുണ്ട്. ഒരു ഭക്തജനങ്ങളും പേടിക്കേണ്ട കാര്യമില്ല. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മളെല്ലാവരും ഈ 10 രൂപ നോട്ട് കണ്ടിട്ടുണ്ടല്ലേ? ഈ 10 രൂപ 10ന്റെ കോയിൻസ് കണ്ടിട്ടുണ്ട്, 10 രൂപ നോട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ആത്മാർത്ഥമായ ഒരു സുഹൃത്ത് ഇല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്ന വ്യക്തികൾ പോട്ടെ, നമ്മുടെ ബന്ധുക്കാരാകാം, നമ്മുടെ അച്ഛനമ്മമാരാകാം, ഈ ഒരു 10 രൂപ നോട്ട് നമ്മൾ ഏത് ഉപാസനാമൂർത്തിയാണോ വിശ്വസിക്കുന്നത്, ചിലവർക്ക് കൃഷ്ണനാകാം, മുരുകനാകാം, അയ്യപ്പനാകാം, ശിവൻ, ദേവി, അങ്ങനെ ഈശ്വരന്റെ രൂപങ്ങളിൽ വെച്ചിട്ട് പല ഭക്തജനങ്ങൾ പല പല ഉപാസനമൂർത്തി ആരാധിക്കുന്നവരുണ്ട്. എന്നാൽ പോലും നമ്മൾ ഈ ഉപാസനമൂർത്തിയെ പ്രാർത്ഥിച്ച് മലയാള മാസം 1-ാം തീയതിയോ ഇല്ലെങ്കിൽ ആദ്യ വെള്ളിയാഴ്ചയോ ആദ്യ ചൊവ്വാഴ്ച ഈ 10 രൂപ നമ്മൾ ആ വ്യക്തിക്ക് കൈനീട്ടം കൊടുക്കുവാണെങ്കിൽ ആ വ്യക്തികൾ തീർച്ചയായിട്ടും എന്താ പറയുക, ധനത്തിലേക്ക് എത്തും. അതായത് നമ്മൾ പ്രാർത്ഥിച്ച് ആ വ്യക്തിക്ക് നമ്മൾ വലത് കൈയിൽ ഈ 10 രൂപ പ്രാർത്ഥിച്ച്, എൻ്റെ ഉപാസനമൂർത്തി ഈ ഒരു 1-ാം തീയതി ഈ വ്യക്തിക്ക് ഇല്ലെങ്കിൽ എൻ്റെ അച്ഛനും എൻ്റെ അമ്മയ്ക്കും ഇല്ലെങ്കിൽ എൻ്റെ സഹോദരങ്ങൾക്കും നല്ലതാണെന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ ഉപാസനമൂർത്തിയോട് പ്രാർത്ഥിച്ച് ഇത് നമ്മൾ സന്തോഷപൂർവ്വം കൊടുക്കുവാണെങ്കിൽ അവർക്ക് ധനത്തിലേക്കുള്ള മാർഗങ്ങൾ തുറന്നു വരും. അപ്പോൾ ചോദിക്കും, ഇത് കൊടുത്തോണ്ട് നമുക്ക് എന്താണ് പ്രയോജനം അല്ലേ? 1-ാം തീയതിയായിട്ട് ഭാഗ്യങ്ങൾ നമ്മളെ തേടിയല്ലേ വരേണ്ടത്. അപ്പോൾ അതിനുള്ള ഒരു ഉദാഹരണമാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈശ്വരനെ വിളിക്കുന്നത് അല്ലേ? ഉപാസനമൂർത്തിയുള്ള ആൾക്കാരാണെങ്കിലും ഈശ്വരനെ വിളിക്കുന്നത്. നമുക്ക് ഈശ്വരനെ വിളിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈശ്വരൻ കുറച്ച് സങ്കടങ്ങൾ തന്നാലും ഒത്തിരി നമുക്ക് എന്താ പറയുക, സന്തോഷങ്ങൾ തരും, സാമ്പത്തിക ലാഭം ഉണ്ടാകും, ഈശ്വരൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകും. പിന്നെ ചില ആൾക്കാർ പറയാറുണ്ട്, ജാതക പ്രശ്നങ്ങൾ മൂലം എനിക്ക് എന്താ പറയുക, കണ്ടകശനിയാണ്, എനിക്ക് 60 വയസ്സായിട്ടും എനിക്ക് ഇപ്പോഴും ദുരിതം അനുഭവിക്കുന്നത്, എനിക്ക് ഒരു കയറ്റമില്ല, എൻ്റെ നക്ഷത്രം ഇങ്ങനത്തെ ഒരു നക്ഷത്രമായതുകൊണ്ട് എനിക്ക് യാതൊരു ഗുണങ്ങളൊന്നും കിട്ടുന്നില്ല, ദോഷങ്ങൾ മാത്രമാണ്, ഇപ്പോൾ 50 വയസ്സായി, ഇതിൻ്റെ സമയമോശമാണ്, ഇങ്ങനെയൊക്കെ പറയുന്ന ഒത്തിരി ഭക്തജനങ്ങളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ നമുക്ക് സഹായിക്കാൻ പറ്റുന്ന ഒരു ഇതാണ്. നമ്മൾ പ്രത്യേകമായ ഒരു ഉപാസനമൂർത്തി എടുത്തിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിൽ, ഈശ്വരാനുഗ്രഹമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഈ ഒരു 10 രൂപ 1-ാം തീയതിയോ ചൊവ്വാഴ്ചയോ, ഇതിപ്പം ആദ്യ ചൊവ്വാഴ്ചയോ അവസാന വെള്ളിയാഴ്ചയോ ഒന്നും നോക്കണ്ട, ഞാൻ അന്ന് 1-ാം തീയതിയുടെ രീതി ആയതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ വെള്ളിയാഴ്ചയോ ചൊവ്വാഴ്ചയോ ആരെങ്കിലും ദുരിതം അനുഭവിക്കുന്നത് നമ്മൾ ഈശ്വരനെ പ്രാർത്ഥിച്ച് ഈ ഒരു 10 രൂപ അവർക്ക് കൊടുക്കുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ നല്ല ഐശ്വര്യങ്ങളും നേട്ടങ്ങളും തീർച്ചയായിട്ടും ഉണ്ടാകും. ഇത് ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരന് പറഞ്ഞു കൊടുത്തൊരു കാര്യമാണ്. അപ്പോൾ എനിക്ക് തോന്നിയൊന്നു, അവൻ്റെ അച്ഛന് സാമ്പത്തികപരമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അവൻ അയ്യപ്പ ഭക്തനാണ്, ശബരിമലയ്ക്കൊക്കെ മാസം മാസം പോകുന്നതാണ്. അപ്പോൾ ഞാൻ ഇതേപോലെ അവന് പറഞ്ഞു കൊടുത്തപ്പോൾ അവൻ്റെ അച്ഛന് സാമ്പത്തികപരമായിട്ട് അന്നത്തെ മാസവും അതിൻ്റെ പിന്നത്തെ മാസവും അവൻ കൊടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് നല്ല നല്ല മാറ്റങ്ങൾ അവിടെ ഉണ്ടോ കഴിഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി ഈ ഒരു അറിവ് എൻ്റെ ഭക്തജനങ്ങളിലേക്കും ഒന്ന് എത്തിക്കാമെന്ന്. അപ്പോൾ ഭക്തജനങ്ങൾ നമ്മുടെ വീട്ടിലുള്ള അച്ഛനമ്മമാർക്കാണെങ്കിൽ, ഇപ്പോൾ അച്ഛനാണെങ്കിൽ മകന് സാമ്പത്തികപരമായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മകന് 1-ാം ദിവസമോ വെള്ളിയാഴ്ച ദിവസമോ ഒരു കൈനീട്ടം കൊടുക്കുക. സാധാരണ കൈനീട്ടമൊക്കെ നമ്മൾ കൂടുതലും ഈശ്വരവിശ്വാസികളുള്ളവർ മേടിക്കുന്ന 1-ാം തീയതി ആയിരിക്കും. അപ്പോൾ 1-ാം തീയതി തന്നെ കൊടുക്കുമായിരിക്കും കൂടുതലായിട്ട് നല്ലത്. അപ്പോൾ ഈ വരുന്ന കർക്കിടക 1-ാം തീയതി വീഡിയോ കണ്ട ഭക്തജനങ്ങൾ, നമ്മുടെ കുടുംബത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് ഈ 10 രൂപ. അപ്പോൾ ചിലവർക്ക് ചോദിക്കും, ഈ 10 രൂപ എന്ന് പറയുന്ന ഇരട്ട സംഖ്യയിൽ 1 രൂപയല്ലേ കൊടുക്കേണ്ടത്? 10 രൂപ എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ഈ 10ൻ്റെ ഒരു ഒറ്റ നോട്ടാണ്. അപ്പോൾ ചില ഭക്തങ്ങൾക്ക് 11 രൂപ വെച്ചാൽ പോരെയെന്ന് ചോദിക്കും. 10 എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈശ്വരൻ്റെ സംഖ്യയാണ്. എല്ലാ സംഖ്യയും ഈശ്വരൻ്റെ തന്നെയാണ്. ഇപ്പോൾ ദേവിക്ക് 4 വലത്ത് പറയുന്നത്, ഗണപതിക്ക് 1, സുബ്രഹ്മണ്യൻ 6, അറുമുഖൻ. അപ്പോൾ ഓരോ ഈശ്വരന്മാർക്കും ശരിക്കും പറഞ്ഞാൽ ഓരോരോ നമ്പറുകൾ മനുഷ്യൻ തന്നെ കൊടുത്തതാണ്. അപ്പോൾ ഈ 10 രൂപ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഈ 10 രൂപ എടുത്തിട്ട് എന്ത് ചെയ്യണം, നമ്മുടെ ഉപാസനമൂർത്തിയെ പറിച്ചിട്ട് നമ്മുടെ അച്ഛനോ അമ്മയ്ക്കോ സഹോദരങ്ങൾക്കോ ഈശ്വരനെ സാക്ഷ്യപ്പെടുത്തി നിൻ്റെ പ്രശ്നങ്ങളെല്ലാം മാറും. നമ്മൾ സന്തോഷത്തോടെ കൊടുക്കുമ്പോൾ നമ്മുടെ ആയിട്ടുള്ള എനർജിയും അവരുടെ സന്തോഷമാകുമ്പോഴത്തേക്ക് ഈശ്വരൻ ആ ഒരു പ്രാർത്ഥന കേൾക്കും. അങ്ങനെ ഈ ഒരു 10 രൂപ കൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ടും എന്താ പറയുക, സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു കാര്യം ഭക്തജനങ്ങളൊന്ന് ചെയ്യുക. ഒപ്പം തന്നെ ഞാൻ 10 രൂപ കൊടുക്കാണ്ട് പറഞ്ഞിട്ട് നിങ്ങൾ 10 രൂപ കൊടുക്കരുത്. ഒപ്പം തന്നെ ഇത് മേടിക്കുന്ന ആൾക്കും കൊടുക്കുന്ന ആൾക്കും ഒരേപോലെ വിശ്വാസം ഉണ്ടാവണം. എങ്കിൽ മാത്രമേ കാര്യങ്ങൾ ഈശ്വരാനുഗ്രഹത്തിൽ നടക്കത്തുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ഞാൻ മറ്റൊരു വീഡിയോ വരുന്നതാണ്.